അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹിറ്റാണ് റൈഫിൾ ക്ലബ്ബ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ഇൻ്റർവെൽ സമയത്ത് കൈയടി കിട്ടിയിട്ടുള്ള ഒരു പടങ്ങളൊന്നും റീസെൻ്റ്ലി കണ്ടിട്ടില്ല. എന്നാൽ റൈഫിൾ ക്ലബ്ബിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിനും ആ ഒരു കൈയടി കിട്ടി. ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ആഷിഖ് കപൂർ കൊണ്ടുവന്നിരിക്കുന്നത്. ഞെട്ടിച്ചു എന്നാണെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു റൈഫിൾ ക്ലബ്ബ് എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെ കാസ്റ്റിംഗ് ആയാലും ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഹനുമാൻ ഗൈൻഡ്, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, എല്ലാവരുടെയും പെർഫോമൻസ് അതിൻ്റെ അത് വന്നപ്പോഴുള്ള എല്ലാവരും കിടിലായിട്ടൊരു പെർഫോമൻസ് ചെയ്തു. ഇതൊരു ഇടിപ്പടമൊന്നുമല്ല, പക്ഷേ നല്ലൊരു വെടിപ്പടമാണ്. അടിപൊളിയായിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പ്ലോട്ടാണ്, പക്ഷേ ആ ഒരു സിമ്പിൾ പ്ലോട്ടിനെ കൊണ്ടുവന്നിരിക്കുന്ന രീതിയാണ് ഗംഭീരമായിട്ട് പറയാനുള്ളത്. സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ മ്യൂസിക്, റെക്സ് വിജയൻ്റെ മ്യൂസിക് അടിപൊളി. പ്രത്യേകിച്ച് ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള ആഷിഖ് കപൂറിൻ്റെ DOP എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യൂ. നിങ്ങൾക്ക് ഇതൊരു വർക്ക്ഫുൾ ആയിട്ടുള്ളൊരു വാച്ചിങ് ആയിരിക്കും. ആഷിഖ് കപൂറിൻ്റെ റൈഫിൾ ക്ലബ്ബ്.